അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ ബോട്ട്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഓൾറെഡി ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇതിന് ഇൻട്രോ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഇന്ന് എന്തായാലും ഞാനൊരു പരീക്ഷണം നടത്താനാണ് ഉദ്ദേശിച്ചത്. ഒരു പരീക്ഷണമായിട്ടല്ല, നമ്മുടെ പോളറോയിഡ് ക്യാമറ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ജസ്റ്റ് ഒരു പരീക്ഷണം. ഏറെക്കുറെയൊക്കെ എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ റിസൾട്ട്. ആൻഡ് ഏറെക്കുറെ അല്ല, ഞാൻ വിചാരിച്ചാലും അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രിൻ്റ് എടുക്കാൻ ക്യാൻവയിൽ പിക്ചേഴ്സൊക്കെ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കാത്തൊരു കാര്യം, പ്രിൻ്റ് എടുത്ത് കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ആ പോളറോയിഡ് ആ ക്യാമറയുടെ സൈസ് കുറച്ചും കൂടി വലുതാണ് പ്രിൻ്റ് എടുക്കാൻ കൊടുക്കേണ്ടിയിരുന്നത്. എനിവേ, ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ എൻ്റെ റിസൾട്ട് വാസ് സർപ്രൈസിംഗ്ലി നല്ലതായിരുന്നു. ആൻഡ് ദ തിങ് ഈസ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് പ്രിൻ്റ് എടുത്തു. ഇനി വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ, നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രിൻ്റ് എടുത്തു. എന്നിട്ട് അതിൽ നമുക്കൊരു ക്യാമറയിൽ നിന്ന് ഒരു പിക്ചർ വരണമല്ലോ. അപ്പോൾ ഞാൻ ആളുകളുടെ ഫേസൊന്നും കൊടുത്തില്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായതുകൊണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെ ആരുടെ എന്ന് വെച്ചാൽ ഫേസുള്ള ഒരു ഫോട്ടോ പ്രിൻ്റ് എടുക്കാം. അത് ഒരു പോളറോയിഡ് സൈസ് പോലെ പ്രിൻ്റ് എടുത്തു. ആൻഡ് ഇത് രണ്ടും A4 ഷീറ്റിലാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. അതുകൊണ്ട് ഇതിന് കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് ഇത് രണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടോ. അതാണിപ്പോൾ കാണുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി ഒരു കട്ടിയുള്ള സ്റ്റിക്കർ ഷീറ്റിലോ അങ്ങനെ എന്തെങ്കിലുമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഞാൻ A4 ഷീറ്റിൽ എടുത്തുകൊണ്ടാണ് ഞാനത് കട്ടിയുള്ള ഒരു തിക്ക് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുത്തത്. അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇങ്ങനെ പുൾ ചെയ്യുമ്പോൾ പോളറോയിഡ് ആ ഫിലിം നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം. ഞാൻ ഈ സംഭവം വേറെ എവിടെയും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് എനിക്ക് വേറെ എവിടെ നിന്ന് റെഫറൻസും ഇല്ല. സോ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് വട്ടം ഈ ക്യാമറയുടെ ബാക്കിൽ വെച്ച് സൈസ് കറക്റ്റാണോ ആണോ നോക്കി. ആക്ച്വലി എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു കാർഡായിരുന്നില്ല. അത് ഞാൻ ഇനി ഒരു വലിയ പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ, പോളറോയിഡിൻ്റെ ആ ഫിലിം കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. കാരണം പുള്ളി ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ഭംഗിയിൽ കിട്ടണമല്ലോ. അങ്ങനെ ഭംഗിയിൽ കിട്ടി. അപ്പോൾ ഞാനിതൊരു പിക്നിക് സ്പോട്ടിൽ പോയിട്ട്, ഒരു ട്രിപ്പ് പോയിട്ട് അവിടെ കണ്ട ഒരു കാഴ്ച നമ്മൾ ഫോട്ടോ എടുത്തത് ഫിലിമിലൂടെ വരുമ്പോൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് 3K ഫോളോവേഴ്സ് ആവാറായിട്ടോ. ഇനി ഒരു 20 ആളും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊരു 3K ചാനലായി മാറും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫിലിമൊക്കെ റെഡിയാക്കി അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ചെറുതാണ്. എൻ്റെ കോർണർ ക്ലിപ്പിൽ കയറുന്നു പോലും ഇല്ല. പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് 2 സൈഡ് മാത്രം ഒന്ന് നമ്മുടെ സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പോളറോയിഡ് ഫിലിമിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡ്സിലൂടെ ഒരു ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ വൈറ്റ് കാർഡിലാണ് ഞാനിത് ഒട്ടിക്കാൻ നോക്കുന്നത്. അപ്പം വൈറ്റ് കാർഡിൽ ഈ പോളറോയിഡ് ഫിലിം നമ്മൾ പുറത്തെടുക്കുമ്പോൾ അത് ഹൈലൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ബോർഡേഴ്സ് എല്ലാം കൊടുത്തു. ഇവിടെയാണ് ശരിക്ക് എനിക്ക് പ്രിൻ്റ് ചെറുതായി പോയതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഈ ഫിലിം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ക്യാമറയുടെ ബാക്കിൽ ഗമ്മ് ചെയ്യാനുള്ള സ്പേസ് പോലും വളരെ കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുകയോ അതുപോലെ പ്രിൻ്റ് എടുക്കുകയോ എന്തെങ്കിലുമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വലുത് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ എന്തായാലും ഉള്ള സ്ഥലത്ത് ഗമ്മൊക്കെ തേച്ച് ഇത് ഇനി നമ്മൾ ആ കാർഡിലേക്ക്
ഒട്ടിച്ചു കൊടുക്കണം. ആ കാർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ താഴെ ഞാനൊരു കോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർഡിൽ ഉള്ളത്. ആൻഡ് ദ ഫൈനൽ റിസൾട്ട് ഈസ് അമേസിങ്. നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണ്, ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ പറ്റിയ, ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവാത്ത ഒരു നല്ലൊരു ഗിഫ്റ്റ്. അത് ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്.